നന്നായിപ്പോയി. ഇതാരാ വന്നിരിക്കുന്നത്? എത്ര നാളായി കണ്ടിട്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാനെ സ്വപ്നം കണ്ടു. എന്നെയോ? അത് പ്രകാരം അളവ് വയസ്സിലുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവാ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവരിരിക്കുന്നേ കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു മഴ കിട്ടൂ. സേതുമാധവാ, കുറച്ച് സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, മഴ കിട്ടിക്കോട്ടെ. എന്റെ ഭഗവാനെ, ഈ ചേച്ചിയുടെ ഒരു തലയിലേട്ടേ. ഞാൻ വന്നിട്ട് കുറെ നേരമായി ഈ പങ്കപ്പാടം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആരൊക്കെയാ? മക്കൾക്ക് ക്ലാസ്സിൽ പോണ്ടേ? ഇന്ന് പഠിത്തമില്ലല്ലോ. ആണോ? നമുക്ക് നിക്ഷേപ കൊടുക്കലിടാൻ കാശ് എന്നും പതിവുകളാണല്ലോ. ഇന്ന് കൊച്ചുമുത്തശ്ശി മറന്നുപോയി. കൊണ്ടുപോയി നിക്ഷേപ കൊടുക്കലില്ല. നിറയുമ്പോ നമുക്ക് പൊട്ടിച്ചെടുത്ത് കഥപുസ്തകം വാങ്ങാം. വേണ്ട, എനിക്ക് ബബിൾ മേടിച്ചാൽ മതി. ശരി, കൊടുക്കാൻ മുത്തശ്ശൻ കാണരുത് കേട്ടോ. കണ്ടാ കട്ടോണ്ട് പൊയ്ക്കളേ. നമുക്ക് പാട്ട് വയ്ക്കാം. ഒരു രക്ഷയില്ല വാസന്തി, കാർ സ്റ്റാർട്ട് ആവുന്നില്ല. നിങ്ങൾക്കിത് പഴയ വല്ല ഇരുമ്പ് കടക്കാർക്കും തൂക്കി വിട്ടൂടെ? ഒരു വണ്ടി കൊണ്ട് നടക്കുന്നു. അതിരിക്കട്ടെ, ആരാ സംസാരിച്ചത്? സമുദ്ര ചെലവുന്നുണ്ട്. അയ്യോ, നാശായോ? എല്ലാം ഇവിടെ വീട്ടിൽ ജോലിക്കാരിയില്ല. ഞാൻ വെച്ച് ബന്ധത്തിലുള്ളവരാരും വീട്ടിൽ വരണമെന്ന് പറയാൻ നോക്കൂ. വാസന്തി ഹോട്ടലിൽ പോകോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്തായാലും ഈ വിരുന്നുകാരിൽ ശല്യം തന്നെയാ. അങ്ങനെ പറയുന്നു വാസന്തി. ആരും വരണ്ടായ നമ്മൾ ഒറ്റയ്ക്കായി പോവില്ലേ? ആഹാ, വാസന്തി ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൊള്ളാം. ചേച്ചിക്കാണെങ്കിൽ അസുഖം കഴിഞ്ഞിട്ട് നേരമില്ല. ആ ചേച്ചിയെ കൊണ്ട് പാചകം ചെയ്ത് കഴിക്കാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞങ്ങളൊരു ജോലിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയമ്മേ. എങ്കിൽ പിന്നെ അതുവരെ വാസന്തി കൂടി അടുക്കളയിൽ കയറി ചേച്ചി ഒന്ന് സഹായിച്ചു വിട്ടൂടെ? അവരവരുടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതിന് അവമാനമൊന്നും ഇല്ലടി കൊച്ചേ. അപമാനത്തിന്റെ കാര്യം കൊണ്ടൊന്നും അല്ല ചെറിയമ്മേ. വാസന്തി റിസപ്ഷനിസ്റ്റ് അല്ലേ? ഏത് ഇഷ്ടായാലും എന്താടാ, അടുക്കളയിൽ കൊള്ളാത്തവളെ അങ്ങാടിയിലും ചെലവാകില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ അറിവുകളോട് പറയുന്നതാണ് ചെറിയമ്മേ. ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ ആപാതങ്ങളുടെ സുന്ദരിയായിരിക്കണം. അടുക്കളപ്പണി ചെയ്താൽ വെള്ളികളിൽ കറപിടിക്കും, കരിപൊരുളും, വെള്ളികളുടെ പൊടി നഷ്ടപ്പെടും. അതുപോലെ തന്നെ അടുക്കളയിലെ പുക ഒന്ന് ടച്ച് ചെയ്താൽ മതി, ഈ സ്കിന്നിന്റെ കളർ മാറിപ്പോകും. അങ്ങനെ പറയാനാണെങ്കിൽ വേണ്ട 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 വേണ്ട, ഇതിനെല്ലാം കൂടുതലാ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് മനസ്സിലാക്കിയാലേ അത് ദോഷം. രാവിലെ ഉപദേശം വന്നിരിക്കുന്നു. സാരേട്ടിന് അടുത്തുണ്ടായിരുന്നില്ല ഞാൻ പറയാതിരുന്നത്. വാസന്തി ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു വന്നിരിക്കുന്നു കൺട്രി. എനിക്കങ്ങനെ ആരും പേരൊന്നുമില്ല. കറക്റ്റ്. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യം എന്താ? ആ ഹോട്ടലിലേക്ക് പോകും. എന്റെ മക്കളും കല്യാണം ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാര്യമാർക്ക് ജോലിയും ഉണ്ട്. പക്ഷേ അവർ അടുക്കളയിൽ കയറും, ശരിക്കും ജോലിയും ചെയ്യും. ഒത്തിരി വൈകിയാണെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കല്യാണമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിക്കുന്നു. ചേച്ചിയുടെ വിധി. ആ, നീ ഞാൻ വന്ന കാര്യം പറയാം. ചേച്ചിക്ക് കന്യാകുമാരി പോണ്ട ഒരു കാര്യമില്ലേ? സേടിയും ബസ്സിന്റെ ചിതാവസ്ഥയും കാത്തു വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? എങ്കിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ചേച്ചി വരുന്നുണ്ടോന്ന് അറിയാനാണ് ഞാൻ വന്നത്. അതിന്റെ സൂത്രങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഞാൻ അറിയുന്നുണ്ട്. സേനയിൽ സമയം കിട്ടിയിട്ട് അതവിടെ കൊണ്ടൊന്ന് സമർപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാൽ ഞാൻ വീട്ടിൽ ചെന്ന് പോകാനുള്ള തീയതിയൊക്കെ നിശ്ചയിച്ചിട്ട് വരാം. ഇപ്പൊ ഞാൻ പോയിക്കോട്ടെ. കഴിക്കുന്നില്ലൂടെ? കഴിക്കാൻ
കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. ഞാൻ പാചകം ചെയ്തുകൊണ്ടായിരിക്കും. ചേച്ചി പാചകം ചെയ്തത് അമൃത പോലെ കഴിച്ചിട്ടുള്ളവളാണ് ഞാൻ. അത് കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ അടുത്ത ചുറ്റുപാടിൽ വേണ്ട ചേച്ചി, ഞാൻ പോകുന്നു. എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണുന്നത്? കൊള്ളാം. ഒപ്പന അങ്ങോട്ട് മാറുന്നില്ലേ? തുണിയൊക്കെ മാറി എനിക്ക് തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് വേർത്തില്ല. എന്നാ പഴയ വല്ല കിഴങ്ങുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അത് അതിനപ്പുറം. അതെന്താ എന്റെ കൊച്ചമ്മേ? രാത്രിയിലാ മനുഷ്യൻ ജനം നിർത്തിയെന്ന് അവര് പേടിപ്പിച്ചെന്ന് പറയുന്നു. അതെന്താ പ്രാണവാദമുള്ള വീടാണെന്ന് വിചാരിച്ച് കിളഞ്ഞവനൊക്കെ സ്ഥലമിട്ടാ ഒച്ച രണ്ടുപേരെ കൊണ്ട് നിർത്തില്ലേ? എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? എല്ലാരും കുറച്ച് പഠിക്കട്ടെ. ഒറ്റ കഴിയുന്നവരൊക്കെ ചെയ്താൽ മതി. ഇതെന്റെ കൂട്ടുകാരി വാസിനി. ഇത് ഞാൻ തന്നെ പരിചയപ്പെടുത്തേക്കാം. വാസുവിന്റെ ഭർത്താവാണ്. പേര് സേതുമാധവൻ. ഒരു ചെറിയ എഞ്ചിനീയറാണ്. നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ദുബായിലാണ്. അടുത്ത ആഴ്ച പോകും. അപ്പൊ ഞങ്ങളും കൂടെ പോവാണോ? ഞാൻ പോകുന്നില്ല, പുള്ളിക്കാരൻ തനിക്ക് പോകുന്നുള്ളൂ. ഇവർക്ക് നമ്മുടെ വീട്ടിലേക്ക് ഡിന്നർ എടുക്കണ്ടേ സേതേട്ടാ? അതിനെന്താ? അപ്പൊ നാളെ ഉച്ചയിൽ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. അയാളാണെങ്കിൽ അടുത്ത ആഴ്ച ദുബായിക്ക് പോവുക. അതിനു മുമ്പ് രണ്ടുപേരും കൂടെ വിളിച്ച് ഒരു ഊണ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതും തെറ്റൊന്നുമില്ല. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയാൽ അവരെ വേണ്ട പോലെ സൽക്കരിച്ച്. അമ്മ വിഷമിക്കണ്ട, വേണ്ടതെല്ലാം നിങ്ങൾ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇറച്ചിയും പ്ലാസ്റ്റിക് കൂട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്ന് വെച്ചാൽ മതിയോ മോളെ? അതൊക്കെ ഒന്ന് പാചകം ചെയ്ത് കൊടുക്കണ്ടേ? ഇങ്ങനെ മുതലാണ് പൈപ്പിൽ വെള്ളമില്ല. ഞാൻ ഒറ്റയ്ക്ക് അമ്മ വിചാരിച്ച നടക്കും. അച്ഛനുള്ള കാലത്ത് 8ഉം 10ഉം പേർക്ക് അമ്മ ദിവസവും സദ്യ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ? അതൊക്കെ അന്ന് എനിക്ക് വയ്യ മോനെ. എന്തൊക്കെയായാലും ഇക്കാര്യത്തിൽ അമ്മയെ സഹായിച്ചേ പറ്റൂ. എന്റെ കൂട്ടുകാരാണെങ്കിൽ പോട്ടെ, ഇത് വാസുവിന്റെ കൂട്ടുകാരാ. ചോദിച്ചും പോയി. വാസുവിന്റെ അന്തസ് നമ്മൾ നോക്കണ്ടേ അമ്മേ? ഉപേക്ഷിക്കാനില്ലാത്തൊരു കാര്യമായി പോയില്ലേ? എന്നെ ഞാൻ ചെയ്തു തരാം മോനെ. ശരി അമ്മേ. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലിക്കാരി പെണ്ണിനെ കൊടുത്തരാൻ പറ്റില്ല അല്ലേ? ഒന്നില്ല, ഞാൻ പലയിടത്തും ജോലിക്കാരികളെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് എന്തെന്നൊരു പക്ഷേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താനൊരു കല്യാണം കഴിച്ചൂടെ? കല്യാണോ? നടപ്പുള്ള കാര്യമാണോ? പിന്നെ 10 വർഷം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവൾ സമ്മതിച്ചോ? പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സാറിന് സമ്മതമാണോ? എന്തോ പ്രായം വരും. പ്രായമൊക്കെ കണക്കാ. എന്നാലും ഒരു ഉദ്ദേശം. പ്രായത്തിന്റെ കാര്യത്തിൽ സാറ് വിഷമിക്കണ്ട, കാണാനും കൊള്ളാം. എങ്കിൽ പിന്നെ നമുക്ക് നടത്തിക്കളയാ. പെണ്ണ് പെണ്ണ് ഞാൻ തന്നെയാ. അയ്യോ, അതെ, സാറിനെ ഞാൻ സഹിച്ചാ മതിയല്ലോ. കൊണ്ടുവന്ന് നിർത്തുന്ന പെൺപിള്ളേർക്ക് വീട്ടുജോലിയെങ്കിലും ചെയ്ത് ജീവിക്കാമല്ലോ. നീ എന്നൊന്ന് വാരിയതാണല്ലേ? ഞാൻ എടുത്തോളാം. ഇപ്പൊ തന്നെ എടുത്തോന്നാ പറഞ്ഞത്. കൂട്ടത്തിൽ പോരട്ടെ? ആട്ടേ കടിച്ച് മാട്ടേ കടിച്ച് എന്തപ്പനാണത്തെ പിടിച്ച് കടിക്കുന്നത് കേട്ടോ. അയ്യാ, രണ്ടുപേർക്കും രണ്ടിടത്തായിരുന്നു ജോലി. അതുകൊണ്ട് സൗകര്യം കിട്ടിയിട്ട് കല്യാണം മതി എന്ന് വിചാരിച്ച് കാത്തിരുന്നു. അതായിട്ട് വൈകിയത്. ഞങ്ങളുടെ കാര്യം ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? ഏയ്, ഞങ്ങൾ വേണ്ടപ്പെട്ടത് അനുവാദത്തിന് വേണ്ടി കാത്തുനിന്നതാ.
അത് കിട്ടാൻ പോലെ നാളെ പിടിച്ചു. ഇവരുടെ അച്ഛൻ